സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ CH ജ്യോതി, മേഡേ ഇൻസൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വളരെ ചെറിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത സമയത്ത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഗ്രീസിലെ സാന്റോറിനി ഐലൻഡ് സന്ദർശിച്ചതിൻ്റെ ഭാഗമായി അവിടെ കണ്ട എനിക്കിഷ്ടപ്പെട്ട ചില കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാന്റോറിനിയിലെ സൺസെറ്റ് പോലെ മനോഹരമാണ് ഫിറ നഗരത്തിൽ നിന്നും താഴെ ഓൾഡ് പോർട്ടിലേക്കുള്ള യാത്ര. 600 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും 1.2 മൈൽ നീളമുള്ളതാണ് ഈ പാത. കുറഞ്ഞത് 1 മണിക്കൂർ സമയം വേണ്ടി വരും താഴെ എത്താൻ. കാരണം ഓൾഡ് ഫോർട്ട് ഫിറയേക്കാൾ 220 മീറ്റർ താഴെയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നടക്കുക എന്നുള്ളത് അത്ര ഈസിയുള്ള കാര്യമല്ല. എന്നാൽ കേബിൾ കാറിലാണെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ എത്താനാകും. യാത്ര ഇപ്പോൾ ഏതു മാർഗമായാലും ഫിറയിൽ നിന്ന് ഓൾഡ് പോർട്ടിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. ഒടുവിൽ നടന്ന് തന്നെ 600 സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങിപ്പോകാൻ നമ്മൾ തീരുമാനിച്ചു. കാണുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകുക. നമ്മൾ പതുക്കെ സ്റ്റെപ്പുകൾ ഇറങ്ങി കടലിലെ കാഴ്ചകളും കണ്ട് താഴെ ബോട്ട് യാത്രയ്ക്കായി മുൻകൂർ ബുക്ക് ചെയ്ത ട്രാവൽ ഓഫീസിൽ കയറി യാത്ര കൺഫേം ആക്കിയ ശേഷം ബോട്ടിനായി വെയിറ്റ് ചെയ്തു. അവിടെ നിന്നപ്പോൾ തന്നെ പല വിധത്തിലും സൈസിലുമുള്ള ബോട്ടുകൾ വന്ന് സന്ദർശകരെയും കൂട്ടി കടലിൻ്റെ പല ഭാഗത്തേക്ക് യാത്ര തുടരുന്നത് കാണാനായി. നമ്മൾ ബോട്ടിനായി കാത്തു നിൽക്കുമ്പോൾ കടലിൽ അങ്ങകലെയായി വലിയ ക്രൂസ് ഷിപ്പുകളിൽ നിന്നും ചെറിയ ബോട്ടുകളിൽ സന്ദർശകരെ കരയിലേക്ക് എത്തിക്കുന്നത് കാണാനായി. ഇങ്ങനെ കരയിലെത്തുന്ന സന്ദർശകരെ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഇതൊന്നുമല്ലേ കേബിൾ കാർ വഴി മുകളിലെത്തിച്ച് സാന്റോറിനിയുടെ പ്രധാന സന്ദർശന കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം നിശ്ചയിച്ച സമയമനുസരിച്ച് മടങ്ങി താഴെയെത്തി വീണ്ടും കപ്പലിൽ കയറ്റി മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര തുടരുകയാണ് പതിവ്. ഇതുപോലുള്ള ക്രൂയിസ് ഷിപ്പുകളിൽ മാത്രം ഏകദേശം 15 ലക്ഷത്തോളം സന്ദർശകർ ഇവിടം സന്ദർശിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് കയറാനുള്ള ബോട്ടും എത്തി. നമ്മൾ അതിനകത്ത് കയറി. എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങി. മനോഹരമായ നീലയും പച്ചയും കലർന്ന കടലിലൂടെ ബോട്ട് പതുക്കെ യാത്ര തുടങ്ങി. നമ്മൾ കടലിലൂടെ കുറേയധികം യാത്ര കഴിഞ്ഞപ്പോൾ ബോട്ടിൽ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാനായി. നീന്തലറിയാവുന്നവർക്കായി ബോട്ട് കുറച്ച് സമയം നിർത്തിയിടും. താല്പര്യമുള്ളവർക്ക് കടലിലിറങ്ങി നല്ല നീലയും പച്ചയും നിറഞ്ഞ തെളിഞ്ഞ വെള്ളത്തിൽ നീന്താനാകും. അനൗൺസ്മെൻറ്റ് കേട്ട ഉടനെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം നല്ലൊരു ശതമാനം യാത്രക്കാർ കടലിലേക്കിറങ്ങി നീന്തി തുടങ്ങി. എല്ലാവരും കടലിലേക്ക് ഇറങ്ങി നീന്തുന്നത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് ഇറങ്ങിയാലോ എന്നൊരു തോന്നൽ. കൂടെയുള്ളവരുടെ പ്രോത്സാഹനം കൂടെ ആയപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഞാനും കടലിലേക്ക് ഇറങ്ങി. കടലിലിറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇത് നമുക്ക് പറ്റിയ പണിയല്ല. നാട്ടിലെ തോട്ടിലെയോ ആറ്റിലെയോ നീന്തൽ എക്സ്പീരിയൻസും കൊണ്ട് കടലിൽ നീന്താനാകില്ല. വലിയ തിരമാലകളൊന്നുമില്ലെങ്കിലും 35 മീറ്റർ ആഴമുള്ള കടലായിരുന്നു. എനിക്കതത്ര ഈസിയായി തോന്നിയതുമില്ല. മറ്റുള്ളവരൊക്കെ കുട്ടിക്കാലം മുതൽ സ്വിമ്മിംഗ് പൂളുകളിൽ നീന്തൽ പരിശീലനം ലഭിച്ചവരായിരുന്നു. വൈകാതെ തന്നെ നീന്തൽ എന്ന സാഹസം മതിയാക്കി ഞാൻ ബോട്ടിൽ തിരികെ കയറി നോക്കിയപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചവർ മാറി നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത് രസിക്കുകയായിരുന്നു. കുറേയധികം ബോട്ടിലൂടെ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ കരയിലിറങ്ങി ഗൈഡിനൊപ്പം നടന്നു തുടങ്ങി. കടലിൻ്റെ നടുവിലുള്ള ഒരു സജീവ അഗ്നിപർവ്വതത്തിനോട് ചേർന്നിരുന്ന് അതിമനോഹരമായ കാഴ്ചകൾ കാണാനും ആസ്വദിക്കുവാനും കഴിയുന്ന സ്ഥലങ്ങൾ വളരെ വിരളമായിരിക്കും. കൂടെയുണ്ടായിരുന്ന ഗൈഡിനൊപ്പം കറുത്ത പാറകളും ചരലുകളും ചുവന്ന മണലുകളും കൊണ്ട് നിറഞ്ഞ നീണ്ട പാതയിലൂടെ നമ്മൾ നടന്നുകൊണ്ടേയിരുന്നു.
ഇന്നും ജീവിച്ചിരിക്കുന്ന അഗ്നിപർവ്വതം നിയാക്കമാനിയും നമുക്കിവിടെ കാണാനാകും. ഇപ്പോഴും യാത്രക്കിടയിൽ ആ മണ്ണിലെ ചൂട് നമുക്ക് നേരിട്ട് തൊട്ടറിയാനാകും. വലിയ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം കടലിൻ്റെ നടുവിൽ ഒരു വലിയ കുഴി രൂപപ്പെടുകയുണ്ടായി. അതാണ് ഇവിടെ കാണുന്ന കാൽഡറ എന്നറിയപ്പെടുന്ന പ്രദേശം. സാന്റോറിനി വെറും ഒരു ദ്വീപല്ല. ഭൂമിയുടെ ഉള്ളിൽ നിന്നും അഗ്നിപർവ്വതത്താൽ പൊങ്ങി നാശം വിതച്ചും വീണ്ടും പിറന്നും 3000-ലധികം വർഷം പഴക്കമുള്ള ഒരു ദ്വീപാണ്. സൂര്യപ്രകാശത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സമുദ്രത്തിൻ്റെ നിറമാറ്റവും കന്യാകുമാരിയിൽ നമ്മൾ കണ്ടിട്ടുള്ള സൂര്യാസ്തമനത്തിന് സമാനമായ കാഴ്ചകളും വേറിട്ട ഒരു അനുഭവം തന്നെയായിരിക്കും. കൂടെയുള്ള ഗൈഡിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് 3600 വർഷങ്ങൾക്ക് മുമ്പുള്ള അഗ്നിപർവ്വതങ്ങൾ മൂലം അന്ന് ജീവിച്ചിരുന്ന മിനോവൻ മനുഷ്യവംശം തന്നെ പാടെ ഇല്ലാതായി എന്നാണ്. സാന്റോറിനിയുടെ ആകൃതി തന്നെ മാറി. മുൻകാലത്ത് വൃത്താകൃതിയിലുണ്ടായിരുന്ന ദ്വീപ് ഇന്ന് അർദ്ധചന്ദ്രാകൃതിയിലുള്ള അതിവിശാലമായ കാൽദറ എന്നറിയപ്പെടുന്നു. അതിനുശേഷം നിയാക്കമാനി എന്ന ദ്വീപുകളും രൂപപ്പെട്ടതായി ഈ ഗൈഡിൽ നിന്നും മനസ്സിലാക്കി. അഗ്നിപർവ്വതങ്ങൾ പലതും സജീവമാണ്, എന്നാലും അപകടകാരിയല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവസാനത്തെ സ്ഫോടനം നടക്കുന്നത് 1956-ലായിരുന്നു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നിരുന്നു. മിനോവൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അക്കോത്രി എന്ന സ്ഥലത്ത് അവശേഷിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ ഹാരപ്പ പോലെയുള്ള അത്യാധുനിക നാഗരികതയുടെ തെളിവാണിവിടം. പിന്നീട് 1980-കളോടെ ലോകത്താകമാനം ശ്രദ്ധേയമായ റൊമാൻറ്റിക് ടൂറിസ്റ്റ് ഹബ്ബായി സാന്റോറിനി വളരുകയായിരുന്നു. അങ്ങനെയൊടുവിൽ സാന്റോറിനിയുടെ കുറേയധികം നല്ല ഓർമ്മകളുമായി നമ്മൾ അവിടെ നിന്നും മടങ്ങുകയാണ്.